ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റിധൂസ് കിച്ചൻ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഉപ്പുമാവിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. റവ കൊണ്ട് വളരെ പെട്ടെന്ന് വളരെ ടേസ്റ്റി ആയിട്ട് എങ്ങനെ ഉപ്പുമാവ് തയ്യാറാക്കാമെന്ന് നോക്കാം. നമുക്കിതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് റവയൊന്ന് വറുത്തെടുക്കാം. അതിൻ്റെ കളറൊന്ന് ചെറുതായിട്ട് ചേഞ്ചായി വരുന്നത് വരെ വറുത്തെടുക്കാം. റവയുടെ കളറൊക്കെ ചേഞ്ചായി വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊരു ബൗളിലോട്ട് മാറ്റി വെക്കാം. ഇനി ഇതുപോലൊരു പാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. ഉഴുന്നൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് 1/2 സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞെടുത്തതും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാളയും ക്യാരറ്റും എല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഇനി റവ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇതൊന്ന് നന്നായിട്ട് മിക്സായ ശേഷം നമുക്കൊരു 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേവിക്കാൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കണം. 1 കപ്പിന് 1.5 കപ്പ് എന്ന രീതിയിലാണ് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 3 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം. ഇവിടെ ഞാൻ 2 കപ്പ് വെള്ളവും 1 കപ്പ് തേങ്ങാപ്പാലുമാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങാപ്പാൽ നിർബന്ധമില്ല, നിങ്ങൾക്ക് പശുമ്പാലും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. 5 മിനിറ്റിന് ശേഷം തുറന്നിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതിലൊരു തുള്ളി പോലും വെള്ളത്തിൻ്റെ അംശമില്ല. നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ ഉപ്പുമാവ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം. നമ്മുടെ ഉപ്പുമാവ് കട്ടയൊന്നും കെട്ടാതെ നല്ല തരിതരിയായി കിട്ടിയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, വളരെ സോഫ്റ്റാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോസൊക്കെ കാണുക. താങ്ക് യു.